അമ്മേ ഇതുപോലെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾ റോഡിൽ ഉപേക്ഷിച്ചു തിരിച്ചു കൊണ്ടുവന്നു അങ്ങനെ? ലക്ഷ്മി കുറേ നാൾ കിടങ്ങന്നൂരുള്ള ഒരു സ്ഥാപനത്തിലായിരുന്നു. അവിടുന്ന് ലക്ഷ്മിയെ അവർക്ക് നോക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അവർ റാന്നി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കി. റാന്നിയിലാണ് ലക്ഷ്മിയുടെ വീട്. അങ്ങനെ റാന്നി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് നമ്മളെ വിളിക്കുന്നത് ലക്ഷ്മിയെ ഏറ്റെടുക്കാനെ കൊണ്ട്. ലക്ഷ്മിയെ ഏറ്റെടുക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇത് റാന്നി പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ലക്ഷ്മിയെ ഏറ്റെടുക്കുന്ന വീഡിയോയാണ്. ലക്ഷ്മിക്ക് നടക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ദയനീയ അവസ്ഥയാണ്. കാല് പോലും ദാണ്ട നിങ്ങൾക്ക് നോക്കാം, കാല് പോലും അനങ്ങാത്ത രീതിയിൽ 2 പോലീസുകാർ ഞാനും എൻ്റെ മോളും കൂടെ താങ്ങിയെടുത്ത് ലക്ഷ്മിയെ കൊണ്ടുവന്ന് നമ്മൾ വണ്ടിക്കകത്തോട്ട് കയറ്റുന്നതാണ്. ഒരു വട്ടം പോലും ആ കാലൊന്നും അനങ്ങിയിട്ടില്ല. ഈ ഒരു അവസ്ഥയിലാണ് ലക്ഷ്മിയെ നമ്മൾ ഈ സ്ഥാപനത്തിൽ ഏറ്റെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ട് മാസം നമ്മളിവിടെ നോക്കി നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ലക്ഷ്മി വാക്കർ വെച്ച് നടക്കുന്ന അവസ്ഥയിലായി. നടന്നു കഴിഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ സാമൂഹ്യനീതി വകുപ്പിൽ നമ്മൾ അറിയിച്ചു, ഇതേപോലെ ലക്ഷ്മിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സാമൂഹ്യനീതി വകുപ്പിനെ വിളിച്ച് ചോദിച്ചു, പറഞ്ഞു കൊണ്ടുവിടാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവിട്ട് വേണ്ട. ഇത് റാന്നിയിൽ അവർ അച്ഛനാണ്. ഇത് ഈ വീഡിയോക്കകത്തൊക്കെ വന്നിട്ടുള്ള അവർ അച്ഛനാണിത്. ഉണ്ടോ ഈ അച്ഛൻ ആ വീഡിയോക്കകത്ത് വന്ന് വെള്ളം പോലും ഇതാണ്ട് ലക്ഷ്മി ഏതാണ്ടി നിൽക്കുന്നത്, വാക്കർ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. നമ്മൾ 4 പേര് ചേർന്ന് എടുത്ത് വണ്ടിക്കകത്ത് കയറ്റിയ ലക്ഷ്മിയാ ഈ നിൽക്കുന്നത്. അപ്പം നമ്മൾ ആ ലക്ഷ്മിയെ ഏറ്റെടുത്തോണ്ട് വന്നിട്ട് ഈ പരുവാക്കിയിട്ടാണ് അവരുടെ വീട്ടിൽ കൊണ്ട് നല്ല ആരോഗ്യവതിയാക്കി നടത്തിക്കൊണ്ട് കൊണ്ടുവിട്ടു. പക്ഷെ തിരിച്ച് അത് നമ്മൾ വീട്ടിൽ കൊണ്ട് വിട്ടതിന് ശേഷം ഈ ലക്ഷ്മിയുടെ കാര്യം പിന്നെ നമ്മൾ അറിയേണ്ട കാര്യമുണ്ടോ? അച്ഛനെ ഏൽപ്പിച്ചു. ഞാൻ അന്യരയല്ല, അവരുടെ വീട്ടിൽ പോയി അവർ അച്ഛനാണ് അവിടെ നിൽക്കുന്നത്. അച്ഛനെ ഏൽപ്പിച്ചിട്ടാ തിരിച്ചു വന്നത്. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി മരണപ്പെട്ടു പോയത് യൂട്യൂബ് കണ്ടപ്പോഴാണ്, യൂട്യൂബിനകത്ത് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ലക്ഷ്മി മരണപ്പെട്ടു പോയെന്ന്.